ഓക്കേ, ഞാൻ ദയയും സത്യസന്ധതയുമുള്ളവനും എല്ലാവരെയും സഹായിക്കുന്നവനുമാവും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെയും സംരക്ഷിക്കാൻ മറക്കരുത്. തീർച്ചയായും ഞാൻ എന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ വൃത്തിയായും ആരോഗ്യത്തോടെയും എന്നെ സംരക്ഷിക്കും. എന്റെ ശീലങ്ങളെക്കുറിച്ച് നിനക്കറിയുന്നതല്ലേ, എല്ലാം നല്ലവയാണ്. ഞാൻ അവയൊന്നും അറിഞ്ഞിട്ടേയില്ല. നിങ്ങളുടെ മനസ്സിനെ എന്നും ആരോഗ്യത്തോടെയും ശ്രദ്ധയോടെയും സൂക്ഷിക്കണം. കൂടാതെ ഗുരുതരാവസ്ഥയിലും ബുദ്ധിശാലികളായിരിക്കണം. അപ്പോൾ ഏതൊരു അപകടകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പം പുറത്തുവരാൻ സാധിക്കും. നിങ്ങളെ സ്വയം പരിപാലിക്കുക. 3 മീനുകൾ ഒരിക്കൽ ഒരു തടാകത്തിൽ ജീവിച്ചിരുന്നു. 3 സുഹൃത്തുക്കളും ധാരാളം സമയം ഒരുമിച്ച് തന്നെ ചിലവാക്കി. ആ തടാകത്തിൽ വിരിഞ്ഞ താമരകൾക്കിടയിലൂടെ അവ നീന്തിക്കൊണ്ടേയിരുന്നു. അവർ പരസ്പരം സംസാരിക്കാറുമുണ്ടായിരുന്നു. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത്? വരൂ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നീന്തിപ്പോകാം. തീർച്ചയായും, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വാ പോകാം. മൂന്നു പേരും സന്തോഷത്തോടെ നീന്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നോക്ക്, ഒരു ബോട്ട്. ഈ വശത്തേക്ക് വാ. കേട്ടോ, മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അവരെന്താണ് സംസാരിക്കുന്നത്? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ബോട്ടിന്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാം. സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ചു ചെല്ല്. ഏയ്, ഈ തടാകം നോക്കൂ. ഇതിൽ നിറയെ മത്സ്യങ്ങളാണ്. ഇവിടെ നമുക്ക് മത്സ്യം പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. മറ്റു മീൻപിടുത്തക്കാരൊന്നും ഇവിടെ വരുന്നില്ല. നമുക്ക് കുട്ടകൾ നിറയെ മീനുകളുമായി പോകാം. നോക്കൂ കൂട്ടുകാരെ, കേൾക്കൂ, ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. ദുഃഖവാർത്തയോ? ഓ, എന്താണത്? നാളെ രാവിലെ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടും. അതാണ് മീൻപിടുത്തക്കാർ സംസാരിച്ചത്. ഓ, അത് ശരിക്കും ദുഃഖവാർത്ത തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വേണം, എനിക്ക് ധാരാളം കഴിവുകളുണ്ട്. ഒരു മീൻപിടുത്തക്കാരനും എന്നെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല. ഞാനും ഈ സ്ഥലത്തു നിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയാം. ഇവിടെ ജീവിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ നിന്നും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് ബുദ്ധി. ഇവിടെ അപകടം പതിയിരിക്കുന്നു. ഞാൻ അടുത്ത തടാകത്തിലേക്ക് നീന്താൻ പോവുകയാണ്. അവിടം സുരക്ഷിതമായിരിക്കും. നിങ്ങളും എന്നോടൊപ്പം വരൂ. നമുക്ക് ഈ തടാകത്തിൽ നിന്നും വേഗം പോകണം. സോറി, ഞാൻ വരുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ. ബൈ. അങ്ങനെ മൂന്നാമത്തെ മീൻ മറ്റൊരു തടാകത്തിലേക്ക് നീന്തിപ്പോയി. മറ്റുള്ള 2 മീനുകളോടും അത് വിട പറഞ്ഞു. ഇവൻ എന്തൊരു ഭീരുവാണ്. ഈ തടാകം വിട്ടവൻ പോകുന്നല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം രാവിലെ ആ മീൻപിടുത്തക്കാരൻ ഒരു വലിയ വലയുമായി ആ തടാകത്തിലെത്തി. അയാൾ വീണ്ടും വീണ്ടും തടാകത്തിൽ വലയിറക്കി മീനുകളെ പിടിച്ചു. നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചു. പിടിക്കപ്പെട്ട മീനുകളോടൊപ്പം ആ 2 മീനുകളും ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് രണ്ടാമത്തെ മീനിന് ഒരാശയം തോന്നി. അത് ചത്തതുപോലെ അഭിനയിച്ചു കിടന്നു. ആ മീൻപിടുത്തക്കാരൻ അതിനെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നത് തടാകത്തിന്റെ ആഴത്തിലേക്ക് നീന്തിപ്പോയി. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആദ്യത്തെ മീൻ ചത്തുപോയി. ബ്ലൂം. പൂക്കൾ ഉണ്ടാക്കുക അഥവാ പുഷ്പിക്കുക. ബിഡിംഗ്. എന്തെങ്കിലും നേടാനായി കാര്യമായി പരിശ്രമിക്കുക. കവേർഡ്. ഭീരുവായ ഒരു മനുഷ്യൻ.